വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ UDF LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ നിലമ്പൂർ താലൂക്ക് ഭൂരേഖ വിഭാഗം തഹസിൽദാരും ഭരണാധികാരിയുമായ ഹരീഷിന് മുൻപാകെയാണ് പത്രിക നൽകിയത്. റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ LDF സ്ഥാനാർത്ഥി ദാമോദരൻ മാസ്റ്ററാണ് ആദ്യം പത്രിക നൽകിയത്. പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. 1996 അട്ടിമറി വിജയം 2026 LDF ആവർത്തിക്കുമെന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം ദാമോദരൻ മാസ്റ്റർ പറഞ്ഞു. വണ്ടൂരിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നിലവിൽ വണ്ടൂരിൽ LDFന് അനുകൂല സാഹചര്യമാണുള്ളതെന്നും LDF സ്ഥാനാർത്ഥി പറഞ്ഞു. CPM വണ്ടൂർ ഏരിയ സെക്രട്ടറി MT അഹമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുൻ MLA N കണ്ണൻ, VM ഷൗക്കത്ത് എന്നിവരും പങ്കെടുത്തു. വണ്ടൂരിൽ വിജയിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം ഇതിപ്പോൾ ഇന്നു മുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. 25 വർഷം ഒരാൾ തന്നെ വിജയിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ 26ാമത്തെ വർഷവും വിജയിക്കുമെന്നുള്ളതിനുള്ള ഒരു ഉറപ്പല്ല. ജനങ്ങൾ ഏത് സമയത്തും അവരുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തും. അത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് ഓരോ 5 വർഷവും കൂടുമ്പോൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് 25 വർഷം തുടർച്ചയായി ഒരാൾ ഇരുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ അല്ല. അതേസമയം ഞങ്ങളുടെ വിജയപ്രതീക്ഷയ്ക്ക് 2 അടിസ്ഥാനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിലൊന്ന്, കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള സാമ്യമകന്ന വികസന പ്രവർത്തനങ്ങളാണ്. അത്തരത്തിലുള്ളൊരു സർക്കാർ തുടർച്ചയായി 10 വർഷം കേരളം ഇതിനുള്ളിൽ ഭരിച്ചിട്ടേ ഇല്ല. സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെയും അതുപോലെ പൊതുഭരണത്തിൻ്റെയും ഗുണങ്ങൾ ലഭ്യമാകാത്ത ഒരാൾ പോലും കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. അത് കുട്ടി മുതൽ വളരെ വയോവൃദ്ധൻ വരെ. അത് തുടരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആ ഒരു മനോവികാരം വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയത്തെ സഹായിക്കും. വണ്ടൂരിലും സംസ്ഥാനത്തും ഇക്കുറി UDF മികച്ച വിജയം നേടുമെന്ന് വണ്ടൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി AP അനിൽകുമാർ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഭിന്നതയുണ്ടെന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും AP അനിൽകുമാർ പറഞ്ഞു. ഇക്കുറി കൂടുതൽ CPM നേതാക്കൾ UDF സ്ഥാനാർത്ഥികളായി എത്തിയിട്ടുണ്ട്. UDFൽ നിന്ന് മാത്രമല്ല LDFൽ നിന്നും ഇക്കുറി UDFന് വോട്ട് ലഭിക്കും. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഗവൺമെന്റ് എതിരായിട്ടുള്ള ഒരു ജനവികാരം കേരളത്തിൽ മുഴുവനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുക എന്നുള്ളത് കേരളത്തിലെ UDFനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നതാണ്. CPM പോലും ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ്. വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും UDFന്റെ ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് വണ്ടൂര്. വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും എന്തെങ്കിലും സംശയമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം UDFന് വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിക്കാൻ കഴിഞ്ഞതുപോലെ തന്നെ ഇത്തവണയും ജനങ്ങൾ പിന്തുണയ്ക്കും. കോൺഗ്രസിന് പല മണ്ഡലങ്ങളിലും വിമത ഭീഷണിയുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അത് കാര്യമാക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ആരെങ്കിലും തർക്കങ്ങൾ പറഞ്ഞായിട്ട് നിങ്ങൾ കേട്ടോ? മാധ്യമങ്ങൾ ഉണ്ടാക്കിയ തർക്കങ്ങൾക്കപ്പുറത്ത് ഒരു തർക്കവും ഇല്ലല്ലോ. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, തർക്കങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങളാണ്, തർക്കങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് നിങ്ങളാണ്, ഇപ്പൊ തർക്കങ്ങൾ ഇല്ല എന്ന് പറയുന്നത് നിങ്ങളാണ്. സ്വാഭാവികമായ ഒരു ജനാധിപത്യ പാർട്ടികളാണ് ഞങ്ങളുടെ പാർട്ടികളൊക്കെ തന്നെ. ആ പാർട്ടിക്ക് ചർച്ചകൾ നടക്കുന്നതിനപ്പുറത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. ജോസഫ് വാഴക്കിന് അവസാന നിമിഷം സീറ്റ് നഷ്ടമായത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതെല്ലാം പരിഹരിച്ചു കഴിഞ്ഞതായും അനിൽകുമാർ പറഞ്ഞു. മാധ്യമങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഇത്തരം കാര്യങ്ങൾ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. അതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് മാത്രം പറയണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി? മുഴുവൻ ലിസ്റ്റും വന്നല്ലേ ഞങ്ങളത്. ഇന്നലെ വരെ CPMന്റെ മുഴുവൻ ലിസ്റ്റും വന്നിട്ടില്ല. ഇനി 4-5 പേര് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDFലെ മുഴുവൻ ഘടകകക്ഷികളും സമയബന്ധിതമായി ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർണയിച്ചു, ഞങ്ങളത് പ്രഖ്യാപിച്ചു, ഞങ്ങളത് ഫീൽഡിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 2 തെരഞ്ഞെടുപ്പിലുണ്ടായ റിസൾട്ടിനേക്കാൾ നല്ല റിസൾട്ട് UDFന് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും. അതിൽ യാതൊരു തർക്കവും വേണ്ട. മുൻ DCC പ്രസിഡന്റ് E മുഹമ്മദ് കുഞ്ഞി, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ ഉൾപ്പെടെയുള്ള UDF നേതാക്കളും പത്രികാ സമർപ്പണത്തിൽ പങ്കാളികളായി. A+ വിഷൻ, നിലമ്പൂർ.
ഉയരങ്ങളിൽ രാപ്പാർക്കാം, കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദവിസ്മയമൊരുക്കി റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്ക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും. കലാത്മകമായി സജ്ജീകരിച്ച 8 ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ.